ഉയർത്താനുള്ള സർക്കാർ തീരുമാനത്തോട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രായപരിധി ഉയർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും നിയമനം നടക്കുകയാണ് പ്രധാനമെന്നും ഭൂരിഭാഗം പേരും പറയുന്നു. തിരുവനന്തപുരത്തെ PSC പരിശീലന കേന്ദ്രത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. PSCയുടെ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള നിർണായകമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുകയാണ്. ഒരുപക്ഷേ 35 വയസ്സായി ഇനി PSC പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന ആശങ്കയോടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ പ്രതിഷേധവുമായി തെരുവുകളിലിറങ്ങിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമായി പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ് ഈ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട PSC പരിശീലന കേന്ദ്രത്തിലാണ്. ഇവിടെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവരടക്കം ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു നിരയുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ സാധാരണയായി അവർ ഇന്നും അവരുടെ പരിശീലനവുമായി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തോട് സമ്മിശ്രമായ പ്രതികരണം പൊതുവിൽ നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തോട് പ്രതികരിക്കാനുള്ളത് എന്നത് ശ്രദ്ധേയമായി മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അതിനെ ഏത് തരത്തിലാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? സ്വാഗതം ചെയ്യുന്നു, ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? രണ്ട് തരത്തിലാണുള്ളത്. പ്രായപരിധി കൂട്ടുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അതിന് മത്സരത്തിലോട്ട് വരാനായിട്ടുള്ള അവസരം കിട്ടും. അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. മാത്രമല്ല ഈ പ്രായപരിധി കൂടുന്നതിനൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സർജ ഉള്ളതിൻ്റെ പ്രിപ്പറേഷനിൽ വന്നതാണ്. എക്സാംസ് കൂടുതലായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത്തരത്തിലാണ് പ്രതികരണം. അതായത് വലിയൊരു മത്സര സാഹചര്യം ഒരുക്കും ഈ പ്രായപരിധി ഉയർത്തുന്നതിലൂടെ എന്നതാണ് ആ ഉദ്യോഗാർത്ഥി വ്യക്തമാക്കിയത്. ആദ്യമായിട്ടാണോ ഈ എക്സാം എഴുതുന്നത്? അല്ലല്ല, കുറച്ച് നാളായി, 3-4 വർഷമായി. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ഗുണം ചെയ്യുമോ അതോ മത്സര സാധ്യത? PSC പഠിത്തത്തിൽ വെച്ച് നോക്കുന്നെങ്കിൽ ഇത് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ പ്രായപരിധി മാത്രം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നിയമനം അതിനനുസരിച്ച് ഉണ്ടെങ്കിലല്ലേ എല്ലാവർക്കും അത് ഗുണമാകത്തുള്ളൂ. അത് പ്രായപരിധി കൂട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല. നിയമനം അതിനനുസരിച്ച് കൂടുതലുണ്ടായാലേ കാര്യമുള്ളൂ. അത്തരത്തിലുള്ള ആശങ്കകളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതായത് പ്രായപരിധി ഉയർത്തിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അവിടെ കൃത്യമായി പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് ജോലി നൽകാനുള്ള ഒരു സാഹചര്യം കൂടി സർക്കാർ ഒരുക്കണമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഏജ് ഓവർ ആവാറായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലാസ്റ്റ് ചൈൽഡ് എക്സാം എഴുതിയവർക്കൊക്കെ ആണെങ്കിൽ ഇനി അടുത്തൊരു ചാൻസ്, അത് അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 40 ഏജ് വരെ ഉണ്ടല്ലോ, നമുക്ക് ടൈം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അതൊരു എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ യങ് ആയിട്ടുള്ള ആസ്പിറൻസിന് അത്ര എനിക്ക് തോന്നുന്നില്ല. ലേസി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ സർക്കാർ മാക്സിമം നിയമനം നടത്തുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇതിനു മുന്നേ ഉള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. ഒരു ഫ്രാങ്കായിട്ടൊരു കാര്യം ചോദിക്കാം, ഈ എത്ര വർഷം പ്യൂറായിട്ട് ഇതിനു വേണ്ടി തന്നെ പരിശീലനത്തിന് മാറ്റി വെക്കാൻ? ഇപ്പോൾ ഒരു 3 years ആയിട്ട് ഇവിടെ ഉണ്ട്, പഠിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിലുണ്ട്, 1-2 റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലാണ് ആ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. അതായത് 35 വയസ്സിനോട് അടുത്ത് നിന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു അവസരമായി മാറിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ യങ്ങായിട്ടുള്ള ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഈ മത്സര പരീക്ഷയുടെ ഭാഗമാകാനൊക്കെ ശ്രമിക്കുമ്പോൾ കൂടുതൽ സമയം അനുവദിക്കപ്പെടുന്നു എന്നത് അവർക്ക് മുമ്പിൽ ഒരുപക്ഷെ ഒരു അലസത ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ആശങ്ക പങ്കുവെക്കുന്നവരുമുണ്ട് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. ഏത് തരത്തിലാണിത് നോക്കിക്കാണുന്നത് സർക്കാരിൻ്റെ തീരുമാനം? സ്വാഗതം ചെയ്യുന്നു. മറ്റ് വിശദമായ വിലയിരുത്തലുകളിലേക്കൊന്നും അവർ പോകുന്നില്ല. എന്തായാലും സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് വരുന്നത്. ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം നോക്കിക്കാണുന്നത്? നല്ല തീരുമാനം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അത്? അല്ലല്ല, ഏതെങ്കിലും ലിസ്റ്റിലും ഉണ്ടായിരുന്നോ? തിരുവനന്തപുരം ലിസ്റ്റിലുണ്ട്. ഉണ്ടായിരുന്നു. ഉണ്ട്, നിലവിലുണ്ട്.
അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. അതായത് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം ആയില്ല, അതിനപ്പുറത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നവർക്ക് യഥാസമയം ജോലി നൽകാനുള്ള ഒരു അവസരം കൂടി, അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കിയാൽ മാത്രമേ ഈ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനത്തിന് അർത്ഥവത്തായ ഒരു പര്യവസാനം ഉണ്ടാകുകയുള്ളൂ എന്നൊരു പൊതു അഭിപ്രായമാണ് ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ഇനി ഉണ്ടാകുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തിരുവനന്തപുരത്തെ പ്രതികരണമാണ് കണ്ടത്. ഇനി കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വിഷയത്തോട് പ്രതികരിച്ചു. അവരുടെ വാക്കുകൾ. സർക്കാരിൻ്റെ തീരുമാനം നല്ല തീരുമാനമാണ്. ഈ 35 വയസ്സ് എന്നുള്ളത് 40 വയസ്സാക്കിയത് മുന്നേ എടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ആക്കിയതിൽ നമ്മളെപ്പോലത്തെ യുവാക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഈ തീരുമാനം. നല്ല കാര്യമാണിത്. പിന്നെ സർക്കാർ എടുത്തൊരു നല്ല നിലപാടാണിത്. കാരണം ഇതിനായിട്ട് അവസരം കാത്ത് ഈ ഒരു PSC മാത്രം എഴുതിയിട്ട് ഇതിനു വേണ്ടി കുറേ എക്സാമും കാര്യങ്ങളും എഴുതി ലാസ്റ്റ് ചാൻസ് ഇത് കൈവിട്ടു പോയാൽ അവർ മാനസികമായി തളർന്ന ഒരു അവസ്ഥ വരെ വരുന്നവരുണ്ട് ചിലവർ. അപ്പോൾ അവർക്കെല്ലാം ഇതൊരു ആശ്വാസമാണ്. എൻ്റെ 30 വയസ്സ് മുതൽ PSC പരീക്ഷ എഴുതാൻ തുടങ്ങിയതാണ്. 30 മുതൽ 35 വയസ്സ് വരെ ഉള്ള പരീക്ഷകളിലെല്ലാം എഴുതിയിരുന്നു. പല ലിസ്റ്റുകളിലും ഇടം നേടിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പല ലിസ്റ്റിൽ നിന്നും റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞതിനാൽ പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യം ഇനിയുള്ള യുവകാക്കന്മാർക്ക് ഇല്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള തീരുമാനം വളരെയധികം ഗുണം ചെയ്യും. പ്രായം കൂട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ കൊല്ലങ്ങളായിട്ട് PSCക്ക് നടക്കുമല്ലേ. അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. ഈ ജോലിക്ക് കിട്ടാൻ 2-3 വർഷത്തിന് ഇങ്ങനെ കാത്തിരുന്ന് തന്നെ കുറെ നാളിങ്ങനെ ആവുമല്ലോ. ഈ 40 വയസ്സിൽ വരെ നീട്ടുമ്പോൾ നമുക്ക് ആ ടൈമിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ജോലി വർക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടില്ല. അതായത് നമുക്കൊരു 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും റിട്ടയർഡ് ആവേണ്ടി വരും. നമ്മുടെ ഈ ജെൻസിന്റെ കൂടുതലായിട്ടുള്ള ജെൻസിന്റെ വരവിനെ ഒരു തടയണ ഒരു സിറ്റുവേഷൻ അല്ലേ അത് വരുത്തണേ. കാരണം ഇവർക്ക് അധികം നാള് വർക്ക് ചെയ്യാനും പറ്റില്ല. എന്നാൽ പുതിയ കയറി വരുന്ന തലമുറയ്ക്ക് സാധ്യത കുറയ്ക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ ഇതിൽ കൂടി സംഭവിക്കുന്നത്. ഇപ്പൊ ഇലക്ഷന്റെ ഒരു സ്റ്റണ്ട് ആണല്ലോ. ഇലക്ഷൻ ആയതുകൊണ്ടുള്ള ഒരു വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു പരിപാടികൾ, അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. പ്രായം ഉയർത്തിയത് ഗുണമാണ്, കുഴപ്പമൊന്നുമില്ല. അവസരം കിട്ടും. പെട്ടെന്ന് 35 വയസ്സല്ലേ, പെട്ടെന്ന് 40 കുറച്ചുകൂടെ പ്രതീക്ഷ കിട്ടി. 40 അത് ശരിയല്ല. എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, തൊഴിലഭ്യസ്തരായവർക്ക്. അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ഓരോ പിള്ളേർ വിദേശത്ത് മറ്റു രാജ്യങ്ങളൊക്കെ പോയി ജോലി ചെയ്യുന്നത്. ഇവിടെ ആവശ്യത്തിന് ജോലിയുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യം സർക്കാർ ഒതുക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.